പ്രിയ സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഈശോ തൻ്റെ പീഡാനുഭവത്തെപ്പറ്റി പ്രവചനം നടക്കുന്നു. ഈശോയുടെ ഈ ഒന്നാം പ്രവചനം കേൾക്കുമ്പോൾ പത്രോസ് ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഉപദേശം കൊടുക്കുകയാണ്. ഇതൊരിക്കലും അങ്ങേക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. ഒരുപക്ഷെ പത്രോസ് ചിന്തിച്ച് കാണും, ഈശോ ഇത് കേൾക്കുമ്പോൾ തന്നെ മൈ ഡിയർ പീറ്റർ കൺഗ്രാജുലേഷൻ എന്ന് പറയുമെന്ന് വിചാരിച്ചിട്ടുണ്ടാകണം. പക്ഷേ യേശുവിൻ്റെ ശബ്ദം അവിടെ ആഞ്ഞടിച്ചു. ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ, സാത്താനെ നീ എൻ്റെ പിന്നിലേക്ക് പോകുക. നീ എൻ്റെ മുന്നിൽ വലിയ പ്രതിബന്ധമായി നിലകൊള്ളുകയാണ്. നീ എൻ്റെ പിന്നിലേക്ക് പോകുക. കാരണം എനിക്ക് കാൽവരിയിലേക്ക് യാത്ര ചെയ്യണം, ആ കാൽവരി കുരിശിൽ മരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ ഹിതം അതാണ് എന്ന് വ്യക്തമായി ഞാൻ മനസ്സിലാക്കുന്നു. ഐ എം ഫുള്ളി കൺവിൻസ്ഡ് ഓഫ് മൈ മിഷൻ വിച്ച് ഈസ് എൻട്രസ്റ്റഡ് ബൈ മൈ ഫാദർ. കർത്താവിൻ്റെ ജീവിതത്തിൽ തൻ്റെ മിഷനെ പറ്റിയുള്ള വലിയ ബോധ്യം യേശുവിനുണ്ടായിരുന്നു. ഈ ബോധ്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് പോവുകയാണ്. അതിന് പ്രതിബന്ധമായി നിലകൊള്ളുന്ന കടന്നു വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ യേശുവിന് സാധിച്ചു. ഈശോയുടെ ജീവിതത്തിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് പോയതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഈ സ്വർഗീയ ജെറുസലേമിനെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ തീർത്ഥയാത്ര നടത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.